കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ മാതാപിതാക്കൾ അതിൽ പോയി ഇടപെടുക. ധാരാളം ത്വലാഖുകളുടെ കാരണം മാതാപിതാക്കൾ ഇടപെടുക. സുഹൃത്തുക്കൾ, നിങ്ങളെ വഴിക്ക് പോകാൻ പാടില്ല. കല്യാണം കഴിഞ്ഞാൽ എന്താ, അത് അവരുടെ സ്വകാര്യ ജീവിതമാണ്. അത് നിങ്ങൾ ഇടപെടാനേ പാടില്ല. അവളെ കാര്യത്തിലേക്ക് ഒന്നും നിങ്ങളെടുത്ത് വരാനേ പാടില്ല. എന്റെ മരുമകളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാനും എന്റെ മകനാണ് അധികാരം. നിങ്ങൾക്കതിൽ ഒരു കാര്യവുമില്ല. അവരെവിടെ താമസിച്ചോട്ടെ, എവിടെ ജീവിച്ചോട്ടെ, എങ്ങനെ വേണമെങ്കിൽ പോയിക്കോട്ടെ, അങ്ങനെയാണ്. ചില പെൺകുട്ടികൾ വന്നിട്ട് പറയും, ഒന്ന് പുറത്തു പോകണമെങ്കിൽ ഉമ്മ സമ്മതിക്കണം, വാപ്പ സമ്മതിക്കണം. പിന്നെ എന്തിനാ പെണ്ണെട്ടിച്ച സുഹൃത്തുക്കളെ? ദയവ് ചെയ്ത് നിങ്ങൾ പെൺകുട്ടികളെ കഷ്ടപ്പെടുത്തരുത്. പിന്നെ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞു, എന്നിട്ട് പിന്നെ എങ്ങനെ അവള് വന്ന് പറയും, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ സങ്കടങ്ങളും പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ പോയി ഇടപെടുക. നമ്മൾ അങ്ങോട്ട് ഫോൺ വിളിക്കാം, എന്താണ് അവളിവിടെ കരഞ്ഞിരിക്കുകയാണ്, എന്താ പ്രശ്നം, അത് ചോദ്യം ചെയ്യുക. കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ, അവിടെ തീർന്നു. മാതാപിതാക്കളുടെ ഇടപെടലുകളെ കൊണ്ട് മാത്രം വിവാഹ ബന്ധങ്ങൾ വഴിയാധാരമായ എത്രയോ സന്ദർഭങ്ങളുണ്ട്. നമ്മൾ സ്വതന്ത്രമായി ജീവിക്കാൻ അവരെ വിടണം. അവർക്ക് സ്നേഹിക്കാൻ അവസരം കൊടുക്കണം. അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഓർമ്മല്ലേ അല്ലെ, വീട്ടിന്റെ തിരക്കിൽക്കും ജോലികൾക്കും ഇടയിൽ സ്വന്തം ഭാര്യയോടൊപ്പം ഒരല്പസമയം ഇരിക്കാൻ പോലും ഭാഗ്യമില്ലാത്ത കൂട്ടുകുടുംബങ്ങളിൽ ജീവിതം തുലച്ച എത്ര പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. വീട്ടിന്റെ തിരക്കിനിടയിൽ എന്റെ ഭാര്യയെ എനിക്കൊന്ന് വീട്ടുജോലികൾക്കിടയിൽ ഒരല്പസമയം ഒന്നിച്ചിരിക്കാൻ ലഭിക്കാതെ ജീവിതം തീർന്നുപോയ എത്ര ആൾക്കാരുണ്ട് സുഹൃത്തുക്കളെ. ഇവിടെയൊക്കെ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ മക്കളുടെ സ്നേഹപൂർവമായ ഒരു ജീവിതത്തിന്റെ അവസരങ്ങളെയാണ്. മാതാപിതാക്കൾ അനാവശ്യമായി ഇടപെടുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് തോന്നുകയാണെങ്കിൽ ആ പ്രശ്നം ഓര് പരിഹരിച്ചോട്ടെ, നിങ്ങൾ പരിഹരിക്കണ്ട. നിങ്ങൾ അതിൽ ഇടപെടുകയേ വേണം. അതിനർത്ഥം നിങ്ങളുടെ മക്കളെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ബന്ധമില്ല, എല്ലാ ബന്ധമുണ്ട്. പക്ഷെ വിവാഹ ജീവിതത്തിൽ അവരുടെ തീരുമാനങ്ങൾ അവർ മുന്നോട്ട് പോട്ടെ. നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ, നിങ്ങളോട് ശൂറ നടത്തിയാൽ നിങ്ങൾ ഗുണകാംശപരമായ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കുക.